ആദ്യം തന്നെ ഇങ്ങനൊരു സംരംഭത്തിന് ഞങ്ങൾക്ക് കൂട്ടുനിന്ന എനിക്ക് മുഹമ്മദ് സാറിന് വളരെയധികം നന്ദി. പിന്നെ എൻ്റെ സഹോദരനും സംവിധായകനും തിരക്കഥാകൃത്തും എല്ലാമായ പാമ്പള്ളി, അടുത്തത് ഞങ്ങളുടെ ഈ പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്ത് തന്ന റിയാസ്, അതുപോലെ തന്നെ മലയാളത്തിൻ്റെ അഭിമാനമായ ഞങ്ങളുടെ അശോകൻ ചേട്ടൻ, സ്മിനു, രമ്യ, അശ്വന്ത്, അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ സിനിമയിൽ, വൃദ്ധി. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് തന്നെ അധികം പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സണ്ണി ലിയോൺ, ഞാൻ പലരും അടുത്തും എന്നോട് ചോദിക്കാറുണ്ട് ഏതൊക്കെയാണ് പുതിയ പടങ്ങൾ വരാറുള്ളതെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ സണ്ണി ലിയോൺ മാഡത്തിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് എല്ലാവരും ഒരു എൻ്റർടൈൻമെൻറ്റ് സോങ് ആണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. ബട്ട് ഈ ഒരു പടം അങ്ങനെയല്ല. മാഡത്തിന് ഒരുപാട് അഭിനയ സാധ്യതയുള്ള, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് പാമ്പള്ളി ഈ പടത്തിൽ പുള്ളിക്കാരത്തൊരു ക്യാരക്ടർ സ്കെച്ച് രൂപപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ മാമിനും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുകയാണ്, ഞാൻ സത്യം പറഞ്ഞ ഒരുപാട് നമ്മൾ പല ആക്ടേഴ്സൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. But Sunny Leone ma'am is such a professional an actor. That means she just told that she had gone through a lot of climatic variations in Kerala. At that time when we were shooting in Kasaragod, actually most probably that means Pampalli, the director will be having a thought. That means you had gone through the ground maybe multiple number of times. We are taking a running shot of you. ഒരു ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. എനിക്ക് തോന്നുന്നത് ഒരു 8-10 തവണ എനിക്ക് സ്റ്റിൽ റിമെമ്പർ എസ്പെഷ്യലി അറിയാലോ, സണ്ണി ലിയോണി മാഡത്തിനെ പോലൊരു ആർട്ടിസ്റ്റിനെ നമ്മൾ ഒരു ബാസ്കറ്റ്ബോൾ കോർട്ട് അല്ലെങ്കിൽ ഫുട്ബോൾ കോർട്ടിൽ ഓടാൻ വിടുക, ട്രാക്ക് സെറ്റ് ഓടാൻ വിടുക എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നാമത്തെ കാര്യം മറ്റേ വണ്ടി പിടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആന ഇറങ്ങി കടുവ ഇറങ്ങി എന്ന് പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ വണ്ടി പിടിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു മാഡത്തിനെ കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു തോതിലുള്ള ഒരു ഇഷ്യൂസും ഇല്ലാതെ ഷി വാസ് സോ കോപ്പറേറ്റീവ്. അപ്പോൾ താങ്ക് യു സോ മച്ച് മാം ഫോർ കമ്മിങ് ടു മലയാളം സിനിമ അഗെയിൻ. ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ശ്രീകാന്ത് ഏട്ടൻ, അതുപോലെ തന്നെ ശ്രീകാന്ത് മുരളി, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിനകത്തുണ്ട്. പിന്നെ ഞങ്ങളുടെ DOP നിഖിൽ പ്രവീൺ, റോണി റാഫേൽ, സതീഷ് ഏട്ടൻ, ഒരുപാട് പേര് ഇതിനകത്ത് നമ്മുടെ നല്ല ടെക്നീഷ്യൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ അടുത്ത മാസങ്ങളിൽ തന്നെ ഈ സിനിമയുടെ ബാക്കിയുള്ള കാര്യങ്ങളും പുറകെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പടത്തിലൊരു ഭാഗമാവാൻ കഴിഞ്ഞാലും. പിന്നെ വയനാട് എന്ന് പറഞ്ഞത് എനിക്ക് ഒരുപാട് പേര് മലയാള സിനിമയിൽ പലപ്പോഴായിട്ട് പറയുന്നതാണ് വയനാട് ഒരു അൺലക്കി ലൊക്കേഷൻ എന്ന്. പക്ഷേ എൻ്റെ ജീവിതത്തിലെ നാഴികക്കല്ലായ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞ സിനിമ 20 ദിവസത്തോളം ഞങ്ങൾ വയനാടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇന്നും നമ്മുടെ ഫോറസ്റ്റിലുള്ള ആൾക്കാർക്ക് പോലും അറിഞ്ഞുകൂടാത്ത കാര്യമാണ് നമ്മുടെ ഹത്തോരയുടെ കൈവിരൽ മുറിഞ്ഞു പോകുന്നത് പുൽപ്പള്ളി അകത്താണ്. അതുപോലെ തന്നെ ഞങ്ങൾ വയനാട്ടുകാരുടെ നല്ല മനസ്സുകൊണ്ടാണ് കേരള ഭാഗത്തു നിന്നുള്ള നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി ബ്ലോക്ക് ചെയ്തിട്ടാണ് നമ്മളൊരു ചേസിങ് സീക്വൻസ് വയനാട് എടുത്തത്. അപ്പോൾ അന്ന് ഫോറസ്റ്റിലെ ആൾക്കാരും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടി സഹകരിച്ചിരുന്നു. പിന്നെയും ഇതുപോലെ നല്ല സിനിമകളായിട്ട് വീണ്ടും വയനാട് ചുരം കയറാനും അതുപോലെ തന്നെ വിജയമായിട്ട് ഇറങ്ങാനും കഴിയട്ടെ. അപ്പോൾ സന്തോഷം. ഇതും അങ്ങനത്തെ ഒരു വിജയമായി മാറട്ടെ. ഇപ്പോൾ വൈത്തിരിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും, വൈത്തിരിയിലുള്ള റിസോർട്ടിലെ സ്റ്റാഫിനും എൻ്റെ എല്ലാവിധ ഈ സഹകരണത്തിന് വളരെയധികം നന്ദി. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.